നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചീമേനിയിൽ വീട് കുത്തി തുറന്ന് 45 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കവർച്ചയുണ്ടായത് വീട്ടുകാർ വീട് പൂട്ടി പുറത്തുപോയ 4 മണിക്കൂറിനുള്ളിൽ. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വികസന സെമിനാറിനിടെ BJP പ്രതിഷേധം. മുജീബ് കമ്പാർ സ്വാഗതം പറഞ്ഞപ്പോഴായിരുന്നു സംഭവം. എതിർമുദ്രാവാക്യങ്ങൾ വിളിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകരും. സംഘർഷാവസ്ഥ ഒഴിഞ്ഞത് പോലീസ് ഇടപെടലിൽ. കുമ്പള ആരിക്കാടി കോട്ടയിലെ നിധിവേട്ട. മുജീബ് കമ്പാറിനെതിരെ നടപടിയുമായി മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിലെയും പോഷക സംഘടനകളിലെയും പദവികളിൽ നിന്നും നീക്കി. CPIM ജില്ലാ സമ്മേളനം. കാസർഗോഡിനെ ചുവപ്പിച്ച് കൊടിമര ദീപശിഖ ജാഥകൾ. KSRTCയിൽ TDFന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂർ പണിമുടക്ക്. കാസർഗോഡ് ഡിപ്പോ പരിസരത്ത് ജീവനക്കാർ പ്രതിഷേധ യോഗം നടത്തി. ബൈത്തു സക്കാത്ത് കേരളയുടെ 25ാം വാർഷികാചരണം. ചെങ്കള പഞ്ചായത്തിലെ നാൽത്തടുക്കയിൽ സ്ഥാപിക്കുന്ന യൂണിറ്റി വില്ലേജിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. വാർത്തകൾ വിശദമായി. ചീമേനിയിൽ വീട്ടുകാർ വീട് പൂട്ടി പുറത്തുപോയ 4 മണിക്കൂറിനകം വീട് കുത്തി തുറന്ന് 45 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കണ്ണൂർ സ്വദേശിയായ സിവിൽ എഞ്ചിനീയർ N മുകേഷിന്റെ ചീമേനി നിടുമ്പയിലെ വീടാണ് കുത്തി തുറന്ന് കവർച്ച നടത്തിയത്. വീട്ടുകാർ പുറത്തുപോയ സമയത്ത് ചീമേനിയിൽ വീട് കുത്തി തുറന്ന് വൻ കവർച്ച. 45 പവൻ സ്വർണ്ണാഭരണങ്ങളും വെള്ളി കൊണ്ടുള്ള പാത്രങ്ങളുമാണ് കൊണ്ടുപോയത്. കണ്ണൂർ സ്വദേശിയായ സിവിൽ എഞ്ചിനീയർ N മുകേഷിന്റെ ചീമേനി നിടുമ്പയിലെ വീട് കുത്തിത്തുറന്നാണ് കവർച്ച നടത്തിയത്. വീട്ടിലെ ജോലിക്കാരായ നേപ്പാൾ സ്വദേശിയെയും ഭാര്യയെയും കാണാനില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. വീട്ടിൽ കന്നുകാലികളെ നോക്കിയിരുന്ന ചക്ര ഷാഹിയെയും ഭാര്യ ഇഷ ചൗധരി അഗർവാളിനെയുമാണ് കാണാതായത്. വീടിന്റെ മുൻവാതിൽ തകർത്താണ് കവർച്ച നടത്തിയത്. കണ്ണൂരിൽ പോയി തിങ്കളാഴ്ച വൈകുന്നേരം വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിയുന്നത്. വീട്ടിൽ കിടപ്പുമുറിയിലെ ഷെൽഫിൽ സൂക്ഷിച്ച 45 പവൻ തൂക്കം വരുന്ന ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങോത്തിന്റെ മേൽനോട്ടത്തിൽ ചീമേനി പോലീസ് ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. കാസർഗോഡ് നിന്ന് വിരലടയാള വിദഗ്ധരും ഉച്ചയോടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നേപ്പാൾ സ്വദേശികളെക്കുറിച്ച് കേരള പോലീസ് വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദേശം നൽകി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വികസന സെമിനാറിനിടെ മുദ്രാവാക്യം വിളിച്ച് BJP അംഗങ്ങളുടെയും പ്രവർത്തകരുടെയും പ്രതിഷേധം. ആരിക്കാടി കോട്ടയിൽ നിധി കുഴിച്ചെടുക്കുവാനെത്തി പിടിയിലായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ സെമിനാറിൽ സ്വാഗതം പറഞ്ഞപ്പോഴായിരുന്നു സംഭവം. എതിർ മുദ്രാവാക്യങ്ങളുമായി മുസ്ലിം ലീഗ് പ്രവർത്തകരും രംഗത്ത് വരികയും ഇത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമാകുകയും ചെയ്തു. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വികസന സെമിനാറിൽ BJP അംഗങ്ങളും പ്രവർത്തകരും പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുകയും എതിർ മുദ്രാവാക്യവുമായി മുസ്ലിം ലീഗ് പ്രവർത്തകരും രംഗത്ത് വരികയും ചെയ്ത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് ഓഫീസിനു സമീപത്തുള്ള ഹാളിൽ ചൊവ്വാഴ്ച രാവിലെ നടന്ന സെമിനാറിനിടെയായിരുന്നു സംഭവം. ആരിക്കാടി കോട്ടയിൽ നിധി കുഴിച്ചെടുക്കുവാനെത്തി പിടിയിലായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ സെമിനാറിൽ സ്വാഗതം പറഞ്ഞപ്പോൾ BJP അംഗങ്ങളും പ്രവർത്തകരും പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളും BJP നേതാക്കളുമായ പ്രമീള മജൽ, മല്ലിക, M ഗിരീഷ്, BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രശേഖര എന്നിവരാണ് പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ച് വേദിക്കരികിലെത്തിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ സ്ഥാനം രാജിവെക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. ഇതിനിടെ ഹാളിലുണ്ടായിരുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകർ BJP അംഗങ്ങൾക്കും പ്രവർത്തകർക്കുമെതിരെ എതിർമുദ്രാവാക്യം വിളിയുമായി എത്തി. ഇതോടെ കാര്യങ്ങൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങി.
വഷളായതോടെ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് BJPയുടെ പഞ്ചായത്ത് അംഗങ്ങളെ ഹാളിൽ നിന്ന് പുറത്തേക്ക് ബലമായി കൊണ്ടുപോയി. ഇതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലും മുജീബ് കമ്പാറിന്റെ രാജി ആവശ്യപ്പെട്ട് BJP അംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. വികസന സെമിനാർ നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഷമീറ ഫൈസൽ അധ്യക്ഷത വഹിച്ചു. ധർമ്മപാലൻ, SH ഹമീദ്, AA ജലീൽ, ഖദീജ അബ്ദുൽ ഖാദർ, നിസാർ കുളങ്കര, സീനത്ത് നസീർ, റാഫി എരിയാൽ, നൌഫൽ പുത്തൂർ, അസ്മീന ഷാഫി, ഷമീമ സാദിഖ്, റസിയ, അൻവർ ചേരങ്കി എന്നിവർ സംസാരിച്ചു. മുജീബ് കമ്പാർ സ്വാഗതവും പ്രശാന്ത് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ആരിക്കാടി കോട്ടയിൽ നിധി കുഴിച്ചെടുക്കുവാനെത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ട മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാറിനെതിരെ നടപടിയുമായി മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിലെയും പോഷക സംഘടനകളിലെയും പദവികളിൽ നിന്നും മുജീബ് കമ്പാറിനെ നീക്കി. കൂടാതെ വിഷയത്തിൽ മുജീബ് കമ്പാറിനോട് വിശദീകരണം തേടുവാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു. കുമ്പള ആരിക്കാടി കോട്ടയിൽ നിധി കുഴിച്ചെടുക്കുവാനെത്തി പിടിയിലായി വിവാദത്തിലായ മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ മുജീബ് കമ്പാറിനോട് വിശദീകരണം തേടുവാനും മുസ്ലിം ലീഗിലും പോഷക സംഘടനകളിലും ഇദ്ദേഹം വഹിക്കുന്ന പദവികളിൽ നിന്നും ഒഴിവാക്കുവാനും തീരുമാനിച്ചതായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി, ജനറൽ സെക്രട്ടറി A അബ്ദുൽ റഹ്മാൻ, ട്രഷറർ PM മുനീർ ഹാജി എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മുജീബിനെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് നേരത്തെ മുസ്ലിം ലീഗ് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയും കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിക്ക് ശുപാർശ നൽകിയിരുന്നു. ഒരാഴ്ച മുൻപാണ് പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള കുമ്പള ആരിക്കാടി കോട്ടയിൽ 5 അംഗ സംഘം നിധി കുഴിച്ചെടുക്കുവാൻ ശ്രമിച്ചത്. ശബ്ദം കേട്ട് പ്രദേശവാസികളെത്തി പോലീസിൽ വിവരമറിയിച്ചതോടെയാണ് മുജീബ് കമ്പാർ ഉൾപ്പെടെയുള്ള 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുരാവസ്തു വകുപ്പിന്റെ പരാതിയിലും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സംഭവം വലിയ വിവാദമാകുകയും BJP, CPM, SDPI, കോൺഗ്രസ് കക്ഷികളെല്ലാം തന്നെ മുജീബ് കമ്പാറിനെ പഞ്ചായത്ത് അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് മുജീബ് കമ്പാറിനെ പാർട്ടിയിലെയും പോഷക സംഘടനകളിലെയും പദവികളിൽ നിന്നും നീക്കി മുസ്ലിം ലീഗ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട്ട് നടക്കുന്ന CPIM 13ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ ഉയർത്തുവാനുള്ള കൊടിമരം ചീമേനിയിൽ നിന്നും കയ്യൂരിൽ നിന്നുമാണ് പ്രയാണം തുടങ്ങിയത്. ചീമേനി രക്തസാക്ഷി നഗറിൽ നിന്നും CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ കൊടിമരം കൈമാറി. CPM 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ പ്രതിനിധി സമ്മേളനം ബുധനാഴ്ച രാവിലെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനാണ് ഉദ്ഘാടനം ചെയ്യുക. ചൊവ്വാഴ്ച രാത്രി പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർന്നു. സമ്മേളനത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി ടീച്ചർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണൻ MLA, ആനാവൂർ നാഗപ്പൻ, PK ബിജു എന്നിവർ മുഴുവൻ സമയവും പങ്കെടുക്കുന്നുണ്ട്. സമ്മേളന സ്ഥലത്ത് സ്ഥാപിക്കാനുള്ള കൊടിമര ദീപശിഖ ജാഥകൾ ജില്ലയിലെ വിവിധ രക്തസാക്ഷി സ്മരണ കുടീരങ്ങളിൽ നിന്നാണ് യാത്ര തിരിച്ചത്. 100 കണക്കിന് അത്ലറ്റുകൾ റിലേയായാണ് ഇവ കാഞ്ഞങ്ങാട് നഗരത്തിലെത്തിച്ചത്. ബൈക്കിൽ പതാകയേന്തിയ വളണ്ടിയർമാരും ജാഥയെ അനുഗമിച്ചു. പൊതുസമ്മേളന നഗരിയിലേക്കുള്ള കൊടിമര ജാഥ അനശ്വരരായ ചീമേനി രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ജനാർദ്ദനൻ നയിച്ച ജാഥ 5 കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ വെച്ച് കയ്യൂരിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രതിനിധി സമ്മേളന നഗരിയിലേക്കുള്ള കൊടിമര ജാഥയ്ക്കൊപ്പം കേന്ദ്രീകരിച്ച് ഒന്നിച്ചു പുറപ്പെടുകയായിരുന്നു. പൊതുസമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥ മുനയംകുന്ന് രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സാബു എബ്രഹാമാണ് ജാഥ നയിച്ചത്. പ്രതിനിധി സമ്മേളന നഗരിയിലേക്കുള്ള കൊടിമര ജാഥ കയ്യൂർ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. നൂറുകണക്കിന് അത്ലറ്റുകൾ അണിചേർന്ന ജാഥ എം രാജഗോപാലൻ MLA ആണ് നയിച്ചത്. 4 ജാഥകളും ഒപ്പം ജില്ലയിലെ വിവിധ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നും എത്തിച്ച ദീപശിഖകളും ആലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിൽ കേന്ദ്രീകരിച്ച് ആയിരങ്ങളുടെ അകമ്പടിയോടെ പൊതുസമ്മേളനം നടക്കുന്ന നോർത്ത് കോട്ടച്ചേരിയിലെ സീതാറാം യെച്ചൂരി കോടിയേരി ബാലകൃഷ്ണൻ നഗറിലെത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ബുധനാഴ്ച കാഞ്ഞങ്ങാട്ട് തുടക്കമാകും. പ്രതിനിധി സമ്മേളന നഗരിയിലേക്കുള്ള ദീപശിഖ ജാഥ കുമ്പള ഏരിയയിലെ ഭാസ്കര കുമ്പള സ്മൃതി മണ്ഡപത്തിൽ നിന്നും പി മുരളീധരൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുമാണ് പുറപ്പെട്ടത്. കാഞ്ഞങ്ങാട്ട് നടക്കുന്ന CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളന നഗരിയിലേക്കുള്ള ദീപശിഖ ജാഥ കുമ്പള ഏരിയയിലെ ഭാസ്കര കുമ്പള സ്മൃതി മണ്ഡപത്തിൽ നിന്നും പി മുരളീധരൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും പുറപ്പെട്ടു. ഭാസ്കര കുമ്പള സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച ഏരിയ സെക്രട്ടറി CA സുബൈർ ജാഥ മാനേജറായ ദീപശിഖ ജാഥ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. KB യൂസഫ് സ്വാഗതം പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗം രത്നാകര G, CA സുബൈർ എന്നിവർ സംസാരിച്ചു. പി മുരളീധരൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച ഏരിയ കമ്മിറ്റി അംഗം നസറുദ്ദീൻ മലങ്കരി ജാഥ മാനേജറായ ജാഥ ജില്ലാ കമ്മിറ്റി അംഗം D സുബണ്ണ ആൾവ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പ്രകാശ് അമ്മണ്ണായ, K ശാരദ, ജാഥ മാനേജർ നസറുദ്ദീൻ മലങ്കരി എന്നിവർ സംസാരിച്ചു. വിവിധ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നായി ആരംഭിച്ച കുമ്പള ഏരിയയിലെ ജാഥകൾ സീതാങ്കോളിയിൽ സമന്വയിച്ച് ഉളിയത്തെടുക്കയിൽ നിന്ന് കാസർഗോഡ് ഏരിയ കമ്മിറ്റിക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSRTCയിൽ TDFന്റെ 24 മണിക്കൂർ പണിമുടക്ക് പുരോഗമിക്കുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിങ്കളാഴ്ച അർദ്ധരാത്രി മുതലാണ് പണിമുടക്ക് ആരംഭിച്ചത്. പണിമുടക്കിന്റെ ഭാഗമായി കാസർഗോഡ് ഡിപ്പോ പരിസരത്ത് ജീവനക്കാർ പ്രതിഷേധ യോഗം നടത്തി. KSRTCയിൽ കോൺഗ്രസ് അനുകൂല സംഘടനയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ TDFന്റെ പണിമുടക്ക് പുരോഗമിക്കുന്നു. 24 മണിക്കൂർ പണിമുടക്ക് തിങ്കളാഴ്ച അർദ്ധരാത്രി മുതലാണ് ആരംഭിച്ചത്. പണിമുടക്കിന്റെ ഭാഗമായി കാസർഗോഡ് ഡിപ്പോ പരിസരത്ത് TDFന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ പ്രതിഷേധ യോഗം നടത്തി. TDF സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ബിജു ജോൺ, ജില്ലാ പ്രസിഡന്റ് MA ജലീൽ മല്ലം, യൂണിറ്റ് പ്രസിഡന്റ് PP സുധീർ, സെക്രട്ടറി K നരേന്ദ്രൻ, V രാമചന്ദ്രൻ, K പ്രദീപ്, M സജീവൻ എന്നിവർ നേതൃത്വം നൽകി. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക, 31% DA കുടിശ്ശിക അനുവദിക്കുക, റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപ് ശമ്പളം നൽകുമെന്ന് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും ശമ്പളം നൽകുന്നത് മാസം പകുതിയോടെയാണ്. ഇതും പണിമുടക്കിന് കാരണമാണ്. പണിമുടക്ക് ഒഴിവാക്കുവാൻ KSRTC MD പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ഇതോടെയാണ് TDF സമരവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. ജീവനക്കാരുടെ പ്രശ്നങ്ങൾ നിരവധി തവണ അധികൃതരെ അറിയിച്ചതാണെന്നും എന്നാൽ ഇതിന് പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പണിമുടക്ക് സമരം നടത്തുന്നതെന്നും TDF സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ബിജു ജോൺ പറഞ്ഞു. ബഹുമാനപ്പെട്ട വിൻസെൻ്റ് MLA പലതവണ KSRTCയിലെ ജീവനക്കാരുടെ പ്രയാസങ്ങൾ, ജീവനക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്ക് ശമ്പളം കിട്ടാത്തത്, അവരുടെ DA കൊടുക്കാത്തത്, KSRTCക്ക് പുതിയതായിട്ട് ബസ്സുകൾ അനുവദിക്കാത്തത്, ജീവനക്കാരുടെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഡ്യൂട്ടി പരിഷ്കരണം മൂലം ഉണ്ടാകുന്ന വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ പലതവണ ബഹുമാനപ്പെട്ട വിൻസെൻ്റ് MLA നിയമസഭയിൽ ഉന്നയിച്ചു. അതുകൂടാണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഇക്കാര്യത്തിൽ നിരന്തരമായ ഇടപെടലുകൾ നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തിയിട്ടുണ്ട്. ഇതിലൊന്നും പരിഹാരം കാണാതെ വന്നപ്പോഴാണ് ഒരു അവസാനത്തെ ആയുധം എന്ന നിലയിലാണ് TDF ഇന്ന് ഈ ഫെബ്രുവരി 4-ന് ഒരു പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. അതേസമയം സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ താൽക്കാലിക ജീവനക്കാരെ നിയോഗിച്ച് സർവീസുകൾ നടത്താനുള്ള മുൻകരുതലുകൾ നേരത്തെ തന്നെ അധികൃതർ സ്വീകരിച്ചിരുന്നു. സിവിൽ സർജന്റെ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അവധി അനുവദിക്കരുതെന്നാണ് മാനേജ്മെന്റിന്റെ നിർദ്ദേശം. ക്യാന്റീനുകൾ പ്രവർത്തിക്കണമെന്നും വീഴ്ച വരുത്തിയാൽ ലൈസൻസ് റദ്ദാക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
അധ്യാപകരോടും പൊതുസമൂഹത്തോടും കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കോഴിക്കോട് നടക്കുന്ന KSTA 34ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഉപജില്ലാതല പതാക ദിനം ആചരിച്ചു. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന പരിപാടി KSTA സംസ്ഥാന കമ്മിറ്റി അംഗം EM ചന്ദ്രാംഗതൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നടക്കുന്ന KSTA 34ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂരിൽ ഉപജില്ലാതല പതാക ദിനം ആചരിച്ചു. ടൗണിൽ നടന്ന പരിപാടി KSTA സംസ്ഥാന കമ്മിറ്റി അംഗം EM ചന്ദ്രാംഗതൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ പൊതുവിദ്യാഭ്യാസ മേഖല തകർക്കുന്ന നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന കാലഘട്ടത്തിൽ പ്രതിരോധം തീർക്കുന്ന കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ കേരളീയ ബദൽ രാജ്യത്തിന് മാതൃകയായി മാറുകയാണെന്ന് EM ചന്ദ്രാംഗതൻ പറഞ്ഞു. ചടങ്ങിൽ ഉപജില്ലാ പ്രസിഡന്റ് M മധുകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ VS ബിജുരാജ്, P പുഷ്പ, KM ഈശ്വരൻ, PV ഉണ്ണികൃഷ്ണൻ, K ശ്രീജ, AV അനിത, PK മുരളീകൃഷ്ണൻ, ഉപജില്ലാ സെക്രട്ടറി P രാകേഷ്, ജോയിന്റ് സെക്രട്ടറി P സനീബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ബൈത്തു സക്കാത്ത് കേരളയുടെ 25ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി ചെങ്കള പഞ്ചായത്തിലെ നാൽത്തടുക്കയിൽ സ്ഥാപിക്കുന്ന യൂണിറ്റി വില്ലേജിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. ബൈത്തു സക്കാത്ത് കേരളയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് MLA പറഞ്ഞു. ബൈത്തു സക്കാത്ത് കേരളയുടെ 25ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി ചെങ്കള പഞ്ചായത്തിലെ നാൽത്തടുക്കയിൽ സ്ഥാപിക്കുന്ന യൂണിറ്റി വില്ലേജിന്റെ നിർമ്മാണോദ്ഘാടനം നെല്ലിക്കുന്നി MLA നിർവഹിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചുള്ള ബൈത്തു സക്കാത്ത് കേരളയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് നെല്ലിക്കുന്നി MLA പറഞ്ഞു. ഏറ്റവും ദുർബല വിഭാഗം അല്ലെങ്കിൽ അവശ വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ വീടില്ലാത്ത ആളുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് അധ്വാനിച്ച് ഇങ്ങനെ അവസാനം അന്തി ഉറങ്ങാൻ ഒരു കൂരയില്ലാത്ത ആളുകളുടെ വിഷമം അത് നമുക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അപ്പോൾ അത് അനുഭവിച്ച ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അവരുടെ ദുഃഖവും അവരുടെ സങ്കടവും എന്താണ് എന്ന് മനസ്സിലാക്കി അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്. ബൈത്തു സക്കാത്ത് കേരള ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് മുഖ്യ പ്രഭാഷണം നടത്തി. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഉമർ അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി യൂസഫ് CA, പഞ്ചായത്ത് അംഗം ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. PS അബ്ദുല്ല കുഞ്ഞി സ്വാഗതവും BK മുഹമ്മദ് കുഞ്ഞി നന്ദിയും പറഞ്ഞു. നാൽത്തടുക്കയിലെ യൂണിറ്റി വില്ലേജിൽ 10 ഭവനരഹിതർക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. കൂടാതെ കമ്മ്യൂണിറ്റി ഹാൾ, തൊഴിൽ പരിശീലന കേന്ദ്രം, ലൈബ്രറി, വായനശാല എന്നിവയും യൂണിറ്റി വില്ലേജിൽ ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തുമിനാട് ദേവിപൂർ അതിഥി നഗറിൽ പുതുതായി നിർമ്മിച്ച കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം നാടിന് ഉത്സവമായി. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 5 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് 100 മീറ്റർ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ വാർഡ് അംഗവുമായ മുഷ്റത്ത് ജഹാൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള 2ാം വാർഡായ തുമിനാട് ദേവിപൂർ അതിഥി നഗറിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 5 ലക്ഷം രൂപ ഫണ്ടിൽ നിന്നും പുതുതായി നിർമ്മിച്ച 100 മീറ്റർ കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ വാർഡ് അംഗവുമായ മുഷ്റത്ത് ജഹാൻ പുതിയ കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രദേശവാസികളുടെ ദീർഘനാളത്തെ മുറവിളിക്കൊടുവിലാണ് ദേവിപൂർ അതിഥി നഗറിൽ 100 മീറ്റർ കോൺക്രീറ്റ് റോഡ് യാഥാർത്ഥ്യമായത്. റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിനായി ഇടപെടൽ നടത്തുകയും ഒപ്പം പ്രദേശത്ത് തെരുവിളക്കുകൾ സ്ഥാപിക്കുന്നതിനായി പ്രയത്നിക്കുകയും ചെയ്ത സാമൂഹ്യ പ്രവർത്തകൻ ഇല്യാസ് തുമിനാടിനെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ പ്രസന്ന ഷെട്ടി, വിജിത്ത് ഷെട്ടി, ദേവദാസ്, ശ്രീപതി ഭട്ട്, റോൺസൺ ഡിസൂസ, ശങ്കർ നാരായണ ഭട്ട്, ഇസ്മായിൽ, കുഞ്ഞാമോനു, സിദ്ദിഖ് തങ്ങൾ, അബ്ദുൽ ലത്തീഫ്, ഹനീഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. യാത്രയ്ക്കായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്ന അതിഥി നഗർ പ്രദേശവാസികൾക്ക് പുതുതായി നിർമ്മിച്ച കോൺക്രീറ്റ് റോഡ് വലിയ അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. അബ്ദുൽ റഹിമാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ചിത്രകാരനും അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന തൃക്കരിപ്പൂരിലെ KK മാസ്റ്ററുടെ 9ാം ചരമവാർഷിക ഭാഗമായി യുവകലാസാഹിതിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി. യുവകലാസാഹിതി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രാഘവൻ മാണിയാട്ട് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
യുവകലാസാഹിതിയുടെ തൃക്കരിപ്പൂരിലെ ആദ്യകാല നേതാവായിരുന്ന കെ മാസ്റ്ററുടെ 9ാം ചരമവാർഷിക ദിനാചരണം തൃക്കരിപ്പൂരിൽ നടത്തി. യുവകലാസാഹിതി തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിലെ പി കുഞ്ഞമ്പു സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം യുവകലാസാഹിതി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രാഘവൻ മാണിയാട്ട് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ പഴയ കെട്ടിടത്തിലെ ചിത്രങ്ങൾ പത്രത്തിൽ വന്നു. അദ്ദേഹം സ്വയം വരച്ച ചിത്രങ്ങളായി. അതുപോലെ നമ്മൾ കുട്ടികൾക്ക് ഇന്ന് നമ്മുടെ പഠന രീതി ഇന്ന് മാറി. പക്ഷെ മാഷ് പഠിപ്പിക്കുന്ന രീതി തന്നെ ആ സമയത്ത് തന്നെ പഴയ പഠന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് മാഷ് പഠിപ്പിക്കും. എല്ലാവർക്കും അറിയാം മാഷ് ഒരു ചിത്രകലാധ്യാപകനാണോ സാധാരണ അധ്യാപകനാണോ എന്ന് സംശയമാണ്. ശരിക്കും മാഷ് ഒരു ചിത്രകലാധ്യാപകനും ഒരു പ്രൈമറി അധ്യാപകനും. VM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ വേണു അനുസ്മരണ പ്രഭാഷണം നടത്തി. M ഗംഗാധരൻ, MP ബിജീഷ്, KV രാഘവൻ മാസ്റ്റർ, രവീന്ദ്രൻ മാണിയാട്ട്, A മുകുന്ദൻ, KV ദിലീഷ്, U രജീഷ്, K മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കൂട്ടിയും കുറച്ചും മണ്ണിനെ അറിഞ്ഞ് നവജിത്തിന്റെ ജൈവ പച്ചക്കറി കൃഷി. ഗണിതശാസ്ത്ര ബിരുദധാരി P നവജിത്താണ് വ്യത്യസ്തമായ കൃഷിരീതിയിലൂടെ ശ്രദ്ധേയനാവുന്നത്. കോരംകുളത്തെ ബിരുദധാരിയായ P നവജിത്തിന്റെ ജൈവ പച്ചക്കറി കൃഷി ശ്രദ്ധേയമാകുന്നു. വളരെ ചെറുപ്പത്തിലെ കൃഷിയിൽ തൽപരനായിരുന്ന നവജിത്ത് കൃഷിരീതികൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഠിക്കുകയും യോജിച്ച വിള തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന പ്രിസിഷൻ ഫാമിംഗ് രീതിയാണ് തിരഞ്ഞെടുത്തത്. ജലസേചനം ഡ്രിപ്പ് വഴിയാണ് നടത്തുന്നത്. ഇലക്ട്രിക്കൽ ഡിപ്ലോമ നേടിയ ജ്യേഷ്ഠൻ നവനീത് ആവശ്യമായ സഹായം ചെയ്തു വരുന്നു. വീട്ടിന് മുന്നിലുള്ള പുറമ്പോക്ക് ഭൂമിയിലടക്കം 30 സെന്റിലധികം പയർ, വെണ്ട, നരമ്പൻ, കുമ്പളം എന്നിവ ഇതിനകം ഇവർ കൃഷി ചെയ്തു. നമ്മൾ എല്ലാ വർഷവും നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യാറുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് കൃത്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക, അതുപോലെ തന്നെ കിള നിയന്ത്രണം, അതൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എത്തരത്തിലാണ് നമ്മളൊരു യൂട്യൂബ് വീഡിയോ കാണുന്നത്. പ്രിസിഷൻ ഫാമിനെ കുറിച്ചിട്ട് മൾട്ടിഷീറ്റ് ഉപയോഗിച്ചിട്ട് ഇതിൽ ഇറിഗേഷൻ വഴി നമ്മൾ കൊടുക്കുന്നുണ്ട്. വളവും നമ്മൾ സൊല്യൂബിളായിട്ട് പൈപ്പ് വഴി കൊടുത്തിട്ടാണ്. അത് നമുക്ക് തീർത്തും ഒരാൾ വേണമെന്നില്ല, സ്വിച്ച് ഇട്ടാൽ മതി, നമുക്ക് അതിൻ്റെ വളവും എല്ലാം ഇതിൻ്റെ ചുവട്ടിലേക്ക് വരും. അതുകൊണ്ട് നല്ലൊരു വളവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു തവണ ഓൾറെഡി നമ്മൾ വളവെടുത്തു, ഇത് 2ാം തവണയാണ്. PSC ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ സ്വന്തമായുണ്ട് ഈ 25-കാരന്. ഏഴിമല നേവൽ അക്കാദമി ജീവനക്കാരനായ KP നാരായണന്റെയും പരേതിയായ P രജനിയുടെയും മക്കളാണ് നവനീത്, നവജിത്ത് എന്നീ യുവ കർഷകർ. കുടുംബാംഗങ്ങൾ ഇവർക്കാവശ്യമായ പിന്തുണയും സദാസമയവും നൽകി വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചരിത്രപ്രസിദ്ധമായ പെരടാല ജാറം മകാമുറൂസിന് തുടക്കമായി. KS ആറ്റക്കോയ തങ്ങൾ കുമ്പോലിൻ്റെ പ്രാർത്ഥനയിൽ ഉറൂസ് കമ്മിറ്റി ചെയർമാൻ അൻവർ ഓസോൺ പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. മൊയ്തു പയ്യാലടുക്ക, ഖാദർ ഹാജി പയ്യാലടുക്ക, MS മൊയ്തീൻ, മുഹമ്മദ് ബദ്രിയ, BM സൂഫി, ഹനീഫ് കൂവത്തൊട്ടി, PK അബ്ദുല്ലക്കുഞ്ഞി, BS ഇബ്രാഹിം, മൊയ്തീൻകുട്ടി നാലപ്പാട് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് രാത്രി അബ്ദുൽ ഖാദർ ഹാജി പയ്യാലടുക്കയുടെ അധ്യക്ഷതയിൽ സയ്യിദ് മുക്താർ തങ്ങൾ കുമ്പോൾ ഉറൂസ് ഉദ്ഘാടനം ചെയ്തു. പേരോട് മുഹമ്മദ് അസ്ഹരി പ്രഭാഷണം നടത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രമുഖ വാഗ്മികൾ പ്രഭാഷണം നടത്തും. ഫെബ്രുവരി 8 രാത്രി 8 മണിക്ക് സമാപന സമ്മേളനം നടക്കും. അൻവർ ഓസോണിൻ്റെ അധ്യക്ഷതയിൽ ഹാഫിൾ അൻവർ മന്നാനി തൊടുപുഴ പ്രഭാഷണം നടത്തും. തുടർന്ന് സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുങ്കൈ കൂട്ടു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. ഫെബ്രുവരി 9 പകൽ 12:30 മൗലൂദ് പാരായണത്തിനു ശേഷം നടക്കുന്ന അന്നദാനത്തോടെ ഉറൂസിന് സമാപനം കുറിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തത്വമസി ആൻഡ് കാരളി മൂവീസിന്റെ ബാനറിൽ സായന്തനക്കാറ്റ് എന്ന പേരിൽ ഷോർട്ട് മൂവി ഒരുങ്ങുന്നു. രാമകൃഷ്ണൻ പൊള്ളക്കട രചിച്ച ഗുരുവായൂർ കണ്ണൻ എന്ന ആൽബത്തിന്റെ ചിത്രീകരണത്തിനും തുടക്കമായി. തത്വമസി ആൻഡ് കാരളി മൂവീസിന്റെ ബാനറിൽ സായന്തനക്കാറ്റ് എന്ന ഷോർട്ട് മൂവിയുടെ ഉദ്ഘാടനവും രാമകൃഷ്ണൻ പൊള്ളക്കട രചിച്ച ഗുരുവായൂർ കണ്ണൻ എന്ന ആൽബത്തിന്റെ ചിത്രീകരണ തുടക്കവും കോട്ടച്ചേരി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നടന്നു. പ്രസിഡന്റ് ഗീത അശോകിന്റെ അധ്യക്ഷതയിൽ സ്വിച്ച് ഓൺ കർമ്മം വിജിലൻസ് ഡിവൈഎസ്പി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. വീഡിയോ പ്രകാശനം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉത്തംദാസ് നിർവഹിച്ചു. സെക്രട്ടറി ദേവദാസ് KV, ചന്ദ്രൻ കാരളി, രാമകൃഷ്ണൻ പൊള്ളക്കട, MS നമ്പൂതിരി, മാജിക് അച്ചു കരിവെള്ളൂർ, വത്സരാജ് കാട്ടുകുളങ്ങര എന്നിവർ സംസാരിച്ചു. സായന്തനക്കാറ്റ് എന്ന ഷോർട്ട് മൂവിയുടെ സംവിധാനം ചന്ദ്രൻ കാരളിയും ക്യാമറ നിഷാന്ത് തലയെടുക്കവും നിർവഹിക്കും.
കുംഭമേളയിൽ കാസർഗോഡിന്റെ സ്വന്തം മംഗലം കളിയും. അമ്പലത്തറ 3-ാം മൈൽ മുണ്ടോട്ട് ഊരിലെ കലാകാരന്മാരാണ് 6 മുതൽ നടക്കുന്ന ഗോത്ര കലാമേളയിൽ മംഗലം കളി അവതരിപ്പിക്കുന്നത്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയുടെ ഭാഗമായുള്ള ഗോത്ര കലാമേളയിൽ കാസർഗോഡ് ജില്ലയുടെ തനത് കലാരൂപമായ മംഗലം കളിയും അരങ്ങേറും. അമ്പലത്തറ 3-ാം മൈൽ മുണ്ടോട്ട് ഊരിലെ കലാകാരന്മാരാണ് 6 മുതൽ നടക്കുന്ന ഗോത്ര കലാമേളയിൽ മംഗലം കളി അവതരിപ്പിക്കുന്നത്. ഊരിലെ എം പക്കീരനാണ് മംഗലം പരിശീലിപ്പിക്കുന്നത്. ചരിത്രത്തിൽ ഇതാദ്യമായാണ് കുംഭമേളയിൽ ഗോത്രകലകൾ അവതരിപ്പിക്കുന്നത്. ഗോത്രകലകൾ അവതരിപ്പിക്കുന്ന 46 അംഗങ്ങളടക്കം 52 പേരടങ്ങിയ സംഘം പ്രയാഗ്രാജിലേക്ക് യാത്ര തിരിച്ചു. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയിൽ ഗോത്രകലകൾ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണിവർ. കേരളത്തിലെ വനവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരള വനവാസി വികാസ കേന്ദ്രം സംഘടനയുടെ ഫുൾ ടൈമറാണ്. പൂർണ്ണസമയ പ്രവർത്തകനാണ്. ഇടുക്കി ജില്ല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നത്. 144 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേളയെ ബന്ധപ്പെട്ട് ഫെബ്രുവരി മാസം 6, 7, 8 തീയതികളിൽ 6, 7, 8, 9 തീയതികളിൽ നടക്കുന്ന വനവാസി സംഗമത്തിൽ കേരളത്തിലെ 3ഓളം ഗോത്രകലകൾ പ്രദർശിക്കപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനമായും കാസർഗോഡ് ജില്ലയിലെ മാവിനൻ മലകോട്ട് വിഭാഗത്തിൽ പെടുന്ന അവരുടെ തനത് കലാരൂപമായ മംഗലം കളിയും ഉൾപ്പെടുന്നു. കേരള വനവാസി വികാസ കേന്ദ്രം സംസ്ഥാന വൈസ് പ്രസിഡന്റ് MP ജയദീപ് മാസ്റ്റർ, സംസ്ഥാന ശിക്ഷാ പ്രമുഖ് പ്രേം സായി, ഇടുക്കി ജില്ലാ സംഘടനാ സെക്രട്ടറി ഷിബു പാണത്തൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗോത്രകലകളുടെ അവതരണം നടക്കുന്നത്. 6 മുതൽ 11 വരെ തീയതികളിലാണ് വനവാസി സംഗമം നടക്കുക. 6-ന് യുവകുംഭമേള, 7-ന് സ്നാനം, ശോഭയാത്ര, 8, 9 തീയതികളിൽ ഗോത്രകലകളുടെ അവതരണം, 10-ന് വനവാസികളായ സന്യാസിമാരുടെ സംഗമം എന്നിങ്ങനെയാണ് പരിപാടി. 11-ന് കലാകാരന്മാർ തിരിച്ചു നാട്ടിലേക്ക് പുറപ്പെടും. ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 756 ഗോത്ര സമുദായങ്ങളിലെ 125ഓളം ഗോത്രകലകൾ മേളയുടെ ഭാഗമാകും. ഇവരുടെ യാത്രാ ചെലവ് പൂർണ്ണമായും വഹിക്കുന്നത് അഖില ഭാരതീയ വനവാസി കല്യാണാശ്രമമാണ്. ചെങ്കൽ തൊഴിലാളി യൂണിയൻ CITU രൂപീകരണ കൺവെൻഷൻ പെരിയ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന ചെങ്കൽപ്പണകളിൽ ജോലി ചെയ്യുന്ന 100 കണക്കിന് തൊഴിലാളികൾക്ക് ജോലി സമയം, ദിവസവേതനം, അർഹമായ അവധി, ആരോഗ്യ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഏകീകരിച്ച തീരുമാനമുണ്ടാക്കാൻ ചെങ്കൽപ്പണ ഉടമകളും ലേബർ അധികാരികളും തയ്യാറാകണമെന്ന് പെരിയ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ചെങ്കൽ തൊഴിലാളി യൂണിയൻ CITU രൂപീകരണ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. 1970 മെയ് മാസം 30-നാണ് നമ്മുടെ സംഘടന ആരംഭിച്ചത്. നീണ്ട 54 വർഷം പിന്നിടുകയാണ്. സംഘടിത മേഖലയിൽ, അസംഘടിത മേഖലയിൽ, പരമ്പരാഗത വ്യവസായ രംഗത്ത് എവിടെല്ലാം പണിയെടുക്കുന്നുണ്ടോ അവിടെല്ലാം നമ്മൾ പോയി തൊഴിലാളി സംഘടിപ്പിക്കും. തൊഴിലാളി എന്ന് പറയുന്നത് സമ്പത്ത് ഉണ്ടാക്കുന്ന ആളാണ്. നിങ്ങൾ ചെങ്കല്ല് ഉത്പാദിപ്പിച്ചാൽ മാത്രമേ നിർമ്മാണ പ്രവർത്തനം നടക്കൂ. കരിങ്കല്ല് പൊട്ടിച്ചാലേ ഈ പറഞ്ഞ നിർമ്മാണ രംഗത്തെ പണി സുഖമാവും. ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ഉണ്ടാക്കിയത് പണിയെടുക്കുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ്, സ്വമേധ ഉണ്ടായതാണ്. മണ്ണിൽ പഴുതുന്ന കൃഷിക്കാരൻ പണിയെടുത്തില്ലെങ്കിൽ നമുക്ക് ഉണ്ണാൻ പറ്റും. നിർമ്മാണ തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. നിർമ്മാണ തൊഴിലാളി CITU ജില്ലാ വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻ, ഷിജു പാണംതോട് എന്നിവർ സംസാരിച്ചു. ഗുഡ്സ് ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ ബാബു വെള്ളിക്കോത്ത് സ്വാഗതവും P തമ്പാൻ വേലാശ്വരം നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി ബാബു വെള്ളിക്കോത്ത് പ്രസിഡന്റായും മഞ്ജുനാഥ് ഭട്ടത്തൂർ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. തമ്പാൻ P സെക്രട്ടറിയായും രവീന്ദ്രൻ പൊള്ളക്കട ജോയിന്റ് സെക്രട്ടറിയായും ഷിജു പാണംതോട് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചീമേനിയിൽ വീട് കുത്തി തുറന്ന് 45 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കവർച്ചയുണ്ടായത് വീട്ടുകാർ വീട് പൂട്ടി പുറത്തുപോയ 4 മണിക്കൂറിനുള്ളിൽ. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വികസന സെമിനാറിനിടെ BJP പ്രതിഷേധം. മുജീബ് കമ്പാർ സ്വാഗതം പറഞ്ഞപ്പോഴായിരുന്നു സംഭവം. എതിർമുദ്രാവാക്യങ്ങൾ വിളിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകരും. സംഘർഷാവസ്ഥ ഒഴിഞ്ഞത് പോലീസ് ഇടപെടലിൽ. കുമ്പള ആരിക്കാടി കോട്ടയിലെ നിധിവേട്ട. മുജീബ് കമ്പാറിനെതിരെ നടപടിയുമായി മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിലെയും പോഷക സംഘടനകളിലെയും പദവികളിൽ നിന്നും നീക്കി.
CPIM ജില്ലാ സമ്മേളനം. കാസർഗോഡിനെ ചുവപ്പിച്ച് കൊടിമര ദീപശിഖ ജാഥകൾ. KSRTCയിൽ TDFന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂർ പണിമുടക്ക്. കാസർഗോഡ് ഡിപ്പോ പരിസരത്ത് ജീവനക്കാർ പ്രതിഷേധ യോഗം നടത്തി. ബൈത്തു സക്കാത്ത് കേരളയുടെ 25ാം വാർഷികാചരണം. ചെങ്കള പഞ്ചായത്തിലെ നാൽത്തടുക്കയിൽ സ്ഥാപിക്കുന്ന യൂണിറ്റി വില്ലേജിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.